കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയയിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് വലിയ ഒരു അരക്ഷിതാവസ്ഥ ബംഗ്ലാദേശിൽ നിലനിൽക്കുകയാണ്. അത് പക്ഷേ നമ്മുടെ അയൽ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിർത്തികൾ അങ്ങേയറ്റം ഭദ്രമാക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതിന് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റൊക്കെ വളരെ കൃത്യമായി ഇത്തരത്തിൽ അവിടെ നിന്ന് വരുന്ന ഈ ഇൻഫിൽട്രേറ്റേഴ്സിനെ തിരിച്ചുവിടുന്നുണ്ട്, അവരെ നാട് കടത്തുന്ന ഒരു സമീപനം കൈക്കൊള്ളുന്നുണ്ട്. ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊല ഉണ്ടായ സമയത്ത് പോലും കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ അവിടെ ഫാറൂഖ് അബ്ദുള്ളയെ പോലുള്ള ആളുകൾ അവിടെ രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത്. റോഹിംഗ്യൻ അഭയാർത്ഥി പരിവേഷം ഇട്ടുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. ഇന്ത്യയിൽ മാത്രമല്ല, പുറത്ത് ഈ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ പുറത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഈ റോഹിംഗ്യൻസ് സൃഷ്ടിക്കുന്ന ഒരു അപകടം ഇതൊക്കെ കണ്ടറിഞ്ഞ് വരുന്നവരാണ് നമ്മൾ. പക്ഷേ ഇപ്പോൾ നോക്കൂ, കാശ്മീരിൽ ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. കേരളത്തിന് സംസാരിക്കുന്നുണ്ട്, CPM അടക്കം സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ശക്തികൾക്ക് വേണ്ടി ഇങ്ങനെ ഇന്ത്യ മുന്നണി നേതാക്കൾക്കൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നത്? സംശയം ചോദിക്കട്ടെ, തമിഴ്നാട്ടിലെ AIDMK ആരുടെ മുന്നണിയിലാണ്? AIDMK BJPയുടെ മുന്നണിയിലാണ്. നിങ്ങളുമായി ഭരണ നീക്കുപോക്ക് ഉണ്ടാക്കിയവരാണ്. അതിനുശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം നിങ്ങളുടെ കൂടെയാണ്. ആ AIDMKയുടെ മുന്നണിയിലാണ് തമിഴ്നാട്ടിൽ SDPI മത്സരിക്കുന്നത്. അതായത് തത്വത്തിൽ പറഞ്ഞാൽ BJPയുടെ മുന്നണിയിലാണ് SDPI തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും പക്ഷം ചേരാൻ താല്പര്യമില്ല. അത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദുവും നമ്മുടെ മ്യാൻമറിലെ ന്യൂനപക്ഷവും ഒക്കെ ഒരേ രീതിയിൽ പീഡനം അനുഭവിക്കുന്നവരാണ് എന്ന് കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അത് ശ്രീ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇന്ന് ഡോക്ടർ ശശി തരൂർ, അതിനു മുമ്പ് ജയറാം രമേശ് അടക്കമുള്ളവർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങ് പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ പ്രതികരണം വൈകിപ്പോയെന്നും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം, പ്രത്യേകിച്ച് ഹിന്ദുസ്, അവർ നേരിടുന്ന ഭീഷണിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാട് സ്വീകരിക്കണമെന്നും ബംഗ്ലാദേശിലെ താൽക്കാലിക ഗവൺമെന്റുമായി ഡിപ്ലോമാറ്റിക് ചർച്ചകൾ ആരംഭിക്കണമെന്നും അവിടെ നിന്ന് വരുന്ന അഭയാർത്ഥികൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഭീഷണി നേരിട്ട് വരുന്ന അഭയാർത്ഥികളെ സംരക്ഷിക്കാനായ നയം സ്വീകരിക്കണമെന്നും ഈ രാജ്യത്ത് ഏറ്റവും ആദ്യം പ്രമേയം പാസാക്കിയത് വെളിയിൽ പറഞ്ഞ പാർട്ടിയുടെ പേര് അതുകൊണ്ടാണ് CAA നിങ്ങൾ എതിർക്കുന്നത്, പൗരത്വ ഭേദഗതിയൊക്കെ എതിർക്കുന്നത്. അതുകൊണ്ടാണോ? ഇത് രണ്ട് ഇരട്ടത്താപ്പല്ലേ അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്? അവിടെ പീഡനം അനുഭവിച്ചു വരുന്ന ആളുകളെ ഒരു വശത്ത് നിങ്ങൾ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കണമെന്ന് പറയുന്നു, ഒപ്പം CAA എതിർക്കുന്ന ഒരു സമീപനം. ഇതൊരു തരം ഇരട്ടത്താപ്പല്ലേ? ഞാൻ ചോദിക്കട്ടെ, CAA-യുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ബംഗ്ലാദേശ് വിഷയത്തെ നമുക്ക് കൂട്ടിക്കെട്ടാൻ സാധിക്കാം? അത് ശുദ്ധ മണ്ടത്തരമായിരിക്കും എന്നേ ഞാൻ പറയൂ. ഡോക്ടർ മോഹൻ വർഗീസ് സാർ ഇതിലുണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ. ബംഗ്ലാദേശിലെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, ബംഗ്ലാദേശിലെ വിഷയത്തെ ഒരു തരത്തിൽ നമുക്ക് ഗാസയിലെ വിഷയമായി പോലും നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റില്ല. ഗാസയിൽ നടക്കുന്ന മറ്റൊരു രാജ്യത്തിന്റെ അധിനിവേശമാണ്. ബംഗ്ലാദേശിൽ നടക്കുന്ന എന്താണ്? ബംഗ്ലാദേശിൽ നടക്കുന്ന ആ രാജ്യത്ത് തന്നെ അതിന്റെ ഉള്ളിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഭീഷണിയാണ്. ഏത് തരത്തിലുള്ള കലാപമായാലും ഇരയാക്കപ്പെടുന്നവരുടെ വിഷയമല്ലേ പ്രധാനം? നിങ്ങൾ ഗാസയിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇവിടെ ബംഗ്ലാദേശിലെ ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ഇല്ലെന്നേ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് നീലിമ ഇടപെട്ടത്. ഈ രാജ്യത്ത് ആദ്യമായി അവിടെ ഭീഷണി നേരിടുന്ന, അവിടെ കൊല ചെയ്യപ്പെടുന്ന, അവിടെ മാനഭംഗത്തിന് ഇരയാക്കപ്പെടുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൃത്യമായി പരിഗണിക്കണമെന്നും അവർക്ക് ആവശ്യമായ ഡിപ്ലോമാറ്റിക് അലയൻസ്, അവർക്ക് ആവശ്യമായ ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് കൊടുക്കണമെന്നും ഈ രാജ്യത്ത് ആദ്യമായി ആവശ്യപ്പെട്ടത് BJP അല്ല, കോൺഗ്രസ് ആണ്. ജയറാം രമേശിന്റെ സ്റ്റേറ്റ്മെന്റ്, അന്നത്തെ സ്റ്റേറ്റ്മെന്റ് അങ്ങേക്ക് ഞാൻ വാട്സപ്പിൽ അയച്ച് നൽകാം ഈ ചർച്ചയ്ക്ക് ശേഷം. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിയും ഈ ശ്രീ മുഹമ്മദ് യൂനുസും തമ്മിൽ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അങ്ങേയറ്റ സൗഹൃദം മുഹമ്മദ് യൂനുസും ഈ രാഹുൽ ഗാന്ധിയുമായിട്ട് ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ. എന്ത് ബാലിശമാണ്! അത്ര തരത്തിൽ ഒരു സൗഹൃദം നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടെങ്കിൽ യൂനുസിനെ വിളിച്ചൊന്ന് അന്വേഷിച്ചുകൂടെ? ഇങ്ങനെ ഈ ഹൈന്ദവ ജനതയെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ ഒരു ആശങ്കയൊക്കെ പ്രകടിപ്പിച്ചുകൂടെ ഒരു കാര്യം പറയട്ടെ പ്രതിപക്ഷ നേതാവിന്?
അങ്ങ് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചിത്രങ്ങളെല്ലാം ശരിയാണെങ്കിൽ ഇന്നലെ പോയ നയതന്ത്ര പ്രതിനിധി പോയി അവിടെ നിന്ന് മടങ്ങി തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയോട് ഞങ്ങളുടെ കാര്യത്തിൽ അധികം ഇടപെടണ്ട, കൽക്കത്ത കത്തിക്കാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതി എന്ന് ബംഗ്ലാദേശ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അത് സത്യമാണോ? അത് സത്യമാണോ നമ്മൾ അംഗീകരിക്കും? ഇന്ന് ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അംഗീകരിച്ചാൽ ഭാരതം പോലൊരു സുശക്തമായ രാജ്യത്തിന് നേരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ അവർക്ക് സാധിച്ചെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനം അമ്പേ പരാജയമാണ്. അല്ല, സ്റ്റേറ്റ്മെന്റ് അല്ല, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ വളരെ കൃത്യമായ മറുപടി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഉണ്ടാകും. ഇത് ഔദ്യോഗികമായി വന്ന ഒരു വാർത്തയല്ല. ഇങ്ങനെയൊക്കെയാണ് ബംഗ്ലാദേശിന്റെ പ്രതികരണമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. അതായത് ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ബംഗ്ലാദേശ് ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തെ സംബന്ധിച്ച് ആശങ്കയുളവാക്കുന്ന സാഹചര്യമുള്ളത്. വസന്ത് ശ്രീ നീലിമ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കൻ കപ്പൽപ്പടയോട് മടങ്ങിപ്പോകാൻ പറഞ്ഞ് ആ വന്ന വഴി തിരിച്ചുവിടാൻ കഴിവുണ്ടായിരുന്ന ഭരണാധികാരികൾ ഉണ്ടായിരുന്നു രാജ്യത്ത്, ഇല്ലായിരുന്നോ? നമ്മുടെ ചരിത്രം അത് രേഖപ്പെടുത്തുന്നില്ലേ? ഈ എന്തിനേറെ അമേരിക്കൻ ഹിസ്റ്റോറിയൻസ് അത് രേഖപ്പെടുത്തുന്നില്ലേ? ആ ഒരു കാലത്ത് ഏകശക്തിയാൽ നിന്നിരുന്ന അമേരിക്കയുടെ കപ്പൽപ്പടയോട് മടങ്ങിപ്പോകാൻ പറഞ്ഞാൽ മടക്കി വിടാൻ അറിയാവുന്നവർ ഈ രാജ്യത്തുണ്ടായിരുന്നു. അന്ന് ഭരിച്ചത് കോൺഗ്രസ് ആണ്. ഇന്ന് ബംഗ്ലാദേശ് പോലൊരു രാജ്യം അതിന് ഏത് സ്റ്റേറ്റ്മെന്റിലാണെങ്കിലും ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഏത് ട്വിറ്ററിലാണെങ്കിലും ഇതാ കൽക്കത്ത കത്തിക്കാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു നാക്കും നനങ്ങാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങളാണ് പരാജയം എന്ന് പറയേണ്ടി വരും. ഞങ്ങൾ അധികാരത്തിലില്ലാത്തവരാണ്. ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് സർക്കാരിനോടാണ്. കൃത്യമായി ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞല്ലോ, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനത്തിൽ ഇടപെടണം. ഇടപെട്ടാൽ മാത്രം പോരാ, അവരെ സംരക്ഷിക്കണം. അവരുടെ പലായനവുമായി ബന്ധപ്പെട്ട് നയം രൂപീകരിക്കണം. അതിന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വിളിക്കണം. അതിൽ കോൺഗ്രസിനെ കൂടി പങ്കാളികളാക്കണം എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ലേ? അത് BJP പറഞ്ഞോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് കേരളത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കേരളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോ? ഇനി നിങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് JP നഡ്ഡ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് പറഞ്ഞോ? പറഞ്ഞില്ല. നിങ്ങളുടെ സർക്കാരിന് അവിടെ ഇടപെടാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോമാറ്റിക്കലി പരാജയമാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. നമ്മുടെ കൺവെട്ടത്ത് കടന്ന് ഒരു രാജ്യം, ഒരു ചെറു രാജ്യം നമ്മളെ കൂടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൂടി അതിർത്തികൾക്ക് ഭീഷണി ഉണ്ടാക്കിക്കൊണ്ട് അവർ സ്വൈര്യവികാരം നടത്തുന്നെങ്കിൽ നമ്മൾ ഇതാ ഒന്നാം ശക്തിയായി ആകാൻ പോകുന്നു രാജ്യത്ത്, ലോകത്ത് നമ്മൾ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയാകാൻ പോകുന്നു എന്ന് വീമ്പ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. സ്വയം വിമർശനമാണ് നടത്തേണ്ടത്. അത് നടത്തി സർക്കാർ കൃത്യമായി അവിടെ ഇടപെടുകയാണ് വേണ്ടത്. അവിടെ ഇടപെടുന്ന സർക്കാരിന്റെ ഏത് ഇടപെടലുകൾക്കും പൂർണ്ണ പിന്തുണയാണ് പ്രതിപക്ഷം നൽകാൻ ആഗ്രഹിക്കുന്നത്. അത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് അപ്പാടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇടപെടാൻ വൈകുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇടപെടാൻ വൈകുന്നത്? ആദർശ കുനിയിലം, എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങളിൽ ഇടപെടാൻ വൈകുന്നത് എന്നാണ് വസന്തിന്റെ ചോദ്യം. ആത്മാർത്ഥമായല്ല ബംഗ്ലാദേശ് പ്രശ്നത്തെ കേന്ദ്ര സർക്കാരും BJPയും സമീപിക്കുന്നത് എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഞാനിവിടെ ഇരുന്നിട്ട് പറയുകയാണ് മുഹമ്മദ് യൂനിസ് ഒരു ഘാതകനാണ് എന്ന് കരുതി ധാക്കയിലിരിക്കുന്ന മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ ഉടനെ സ്റ്റേറ്റ്മെന്റ് ഇറക്കും. അതാ കേരളത്തിൽ നിന്ന് ആദർശ് കുനിയിലം പറയുന്നു, ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണ്, അത് കട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ നിൽക്കും. അപ്പൊ ബംഗ്ലാദേശിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, അതിനൊക്കെ ഇന്ത്യൻ ഫോറിൻ ഇതാണോ, ഡിപ്പാർട്ട്മെന്റ് ആണോ ഇത് മറുപടി നൽകേണ്ടത്? അല്ലല്ലോ. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് വസന്ത് അങ്ങനെ പറയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അപ്പോൾ അവിടുത്തെ ഔദ്യോഗികപരമായ അവിടുത്തെ രാഷ്ട്രത്തിന്റെ ഒരു പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ അല്ലെങ്കിൽ അതുമായി സർക്കാർ സംവിധാനത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാം. അല്ലാതെ കേന്ദ്ര സർക്കാർ അത് കാര്യഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.